ഹായ് ഓൾ. കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങളിലെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കിയാൽ, അതായത് പല പരീക്ഷകളിലായിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ കാണാവുന്ന കുറെ ഭാഗങ്ങളുണ്ട് അല്ലെ. അത് ചിലപ്പോൾ ആർട്ടിക്കിൾസ് ആകാം, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് ആകാം, ക്വസ്റ്റ്യൻ ടാഗ് ആകാം, കോൺകോഡ് ആകാം, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു 90% ഈ ഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ. അതിൽ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന കുറെ പേരുണ്ട്. ഇൻ, ഓൺ, അറ്റ്, ബൈ, അതുപോലെ തന്നെ ഫ്രം, ഇങ്ങനെ കുറെ പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇതിൽ ഡൈ എന്ന് പറയുന്ന വെർബ് നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ പ്രിപ്പോസിഷൻസിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ സ്ഥിരമായിട്ട് കാണുന്ന ഡൈയുമായിട്ട് ചേർന്ന് വരുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്, ഒരാൾ ഒരു അസുഖം മൂലം മരിച്ചു. സപ്പോസ് ചിലപ്പോൾ അസുഖത്തിന്റെ പേര് പറയും, എന്താണ് മലേറിയ മൂലം മരിച്ചു, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ക്യാൻസർ മൂലം മരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഡൈ എന്ന് പറയുന്ന വെർബിനെ കൊടുക്കുന്നതെങ്കിൽ അവിടെ എപ്പോഴും ഡൈയുടെ കൂടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓഫ് എന്നുള്ളതായിരിക്കണം. ഡൈ ഓഫ് മലേറിയ, ഡൈ ഓഫ് ഹാർട്ട് ഡിസീസ്, ഈ രീതിയിൽ നമ്മൾ അസുഖത്തിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും ഡൈയുടെ കൂടെ ആരെ കൊടുക്കണം? ഓഫ് ആണ് കൊടുക്കേണ്ടത്. ഈ അസുഖത്തിന്റെ പേര് പറയാണ്ട് ഇൽനെസ് എന്ന് മാത്രമോ ഫീവർ എന്ന് മാത്രമോ പറഞ്ഞാൽ അവിടെയും നമ്മൾ ആരെ കൊടുക്കുക? ഡൈ ഓഫ് എന്ന് തന്നെ കൊടുക്കുക. ഇനി അസുഖത്തിന് പകരം ഹങ്കർ മൂലം മരിച്ചു, അല്ലെങ്കിൽ തേഴ്സ്റ്റ് മൂലം, ദാഹം മൂലം മരിച്ചു എന്നൊക്കെ പറയുവാണെങ്കിൽ അവിടെയും ഡൈയുടെ കൂടെ ആരെ തന്നെ കൊടുക്കുക? ഓഫ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്നുമല്ലാതെ ഒരാള് ഹാർഡ് വർക്ക് മൂലം മരിച്ചു, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ് മൂലം മരിച്ചു, ഓവർ ഡ്രിങ്കിങ് മൂലം മരിച്ചു, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ അവിടെ നമ്മൾ ഡൈയുടെ കൂടെ കൊടുക്കേണ്ടത് ഡൈ ഫ്രം എന്നുള്ള പ്രപ്പോസിഷൻ ആണ്. ഇനി PSC സ്ഥിരമായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരാള് സ്വന്തം കൈകൾ കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഹിസ് ഓൺ ഹാൻഡ്സ്. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്, ഇതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട പ്രപ്പോസിഷൻ ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്, ബൈ ഹിസ് ഓൺ ഹാൻഡ്സ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുന്നു, പ്രണയത്തിന് വേണ്ടി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ മരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഡൈയുടെ കൂടെ കൊടുക്കേണ്ട പ്രിപ്പോസിഷൻ ആണ് ഫോർ എന്നുള്ളത്. ഡൈഡ് ഫോർ ഹിസ് കൺട്രി, ഡൈഡ് ഫോർ ഫ്രീഡം എന്നാണ് കൊടുക്കേണ്ടത്. ദെൻ വളരെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് തവണ PYQ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പോഴും പലർക്കും സംശയമാണ്, ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഏത് കൊടുക്കണം? എപ്പോഴും ഓർക്കുക, ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ് എന്നാണ് പറയുന്നത്. ദെൻ അധികം യൂസ് ഇല്ല എങ്കിൽ പോലും ഒരെണ്ണം കൂടി ഓർത്തു വെച്ചോളുക. അവഗണന മൂലം മരിച്ചു, നെഗ്ലക്ട് മൂലം മരിച്ചു എന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡൈയുടെ കൂടെ ത്രൂ ആണ് കൊടുക്കേണ്ടത്. ഡൈ ത്രൂ നെഗ്ലക്ട്. അപ്പൊ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഓൾ.